നബിദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നി മുസ്ലിങ്ങൾ നടത്തുന്ന ഘോഷയാത്രയും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വളരെയേറെ ജനപ്രിയമായിട്ടാണ് കാണുന്നത്. സർവമതസ്ഥരും അതിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇത്രയും ജനപ്രിയമായൊരു ഘോഷയാത്ര കേരളത്തിൽ മറ്റൊരു വ്യക്തിയുടെയും പേരിൽ ഇല്ല. അതിൽ വിതരണം ചെയ്യുന്ന മധുര വസ്തുക്കൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കുമാണ് നൽകുന്നത്. ആ ഘോഷയാത്രയിൽ മുഴങ്ങുന്ന സംഗീതങ്ങൾ അതിമനോഹരങ്ങളാണ്. മാനവിക മൂല്യങ്ങളുടെ ശബ്ദമാണ് അവിടെ മുഴങ്ങുന്നത്. മാനുഷിക സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, നീതിയുടെ സന്ദേശമാണ് അവിടെ കേൾക്കുന്നത്. പക്ഷെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കേരളത്തിന് വെളിയിൽ നബിദിനത്തെ വേണ്ട പോലെ മനസ്സിലാക്കിയവരല്ല കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കർണാടകയിൽ നബിദിന ഘോഷയാത്രയെ ഹിന്ദുത്വ തീവ്രവാദികൾ തടയുകയാണ് ഉണ്ടായത്. അവരോടായി ഞാൻ പറയുകയാണ്, നിങ്ങൾ കേരളത്തിൽ വന്ന് സാഹോദര്യം പഠിക്കണം. ഇത്രയും സമാധാനപരമായി നടക്കുന്നൊരു ഘോഷയാത്രയെ എന്തിനാണ് തടയുന്നത്? ആർക്കും ഒരു അക്രമവും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വളരെ സാമൂഹികമായ സമാധാനപരമായ ഘോഷയാത്രയാണ് ഈ കൊച്ചു വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്നത്. ഇത്രത്തോളം നല്ല സമാധാനപരമായ, ശാന്തിയുള്ള, സ്നേഹത്തിൻ്റെ സന്ദേശമുള്ള ഏത് ഘോഷയാത്രയാണ് നമ്മുടെ രാജ്യത്തുള്ളത്? കർണാടകയിലെ ആ സംഭവം കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. നൂറുകണക്കിന് പോലീസുകാരുടെ സഹായം പോലും തേടേണ്ടി വന്നു. ആർക്കും ഒരു പ്രയാസവും സൃഷ്ടിക്കാത്ത, ഒരു കരിമരുന്ന് പോലും പ്രയോഗിക്കാത്ത ഇത്രയും നല്ലൊരു സമാധാനപരമായ 100% പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ഒരു ഘോഷയാത്ര, അത് നബിയുടെ ജന്മദിനം പ്രമാണിച്ച് മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഹൈന്ദവ സഹോദരന്മാർ പോലും ഈ ഘോഷയാത്രയിൽ ഭാഗവാക്കായി എന്നുള്ളതാണ് ഒരു സന്തോഷകരമായ കാര്യം. കാരണം കേരളീയ ഹൈന്ദവർ നല്ല ശുദ്ധ മനസ്സുള്ളവരാണ്. ഈ ഘോഷയാത്രകളെ തടയുന്ന ദുഷിച്ച മനസ്സുള്ള ആളുകൾ കേരളത്തിലെ ഈ ഘോഷയാത്രകൾ ഒന്ന് കണ്ട് പഠിക്കണം. ഈ ഘോഷയാത്രയ്ക്ക് സംഘടിപ്പിക്കുന്ന ഈ കൊച്ചു പിഞ്ചുങ്ങളുടെ, ഒട്ടും കളങ്കമില്ലാത്ത ഈ കൊച്ചു കുട്ടികളുടെ ഈ പുഞ്ചിരി പോകുന്ന മുഖത്തേക്ക് വർഗീയതയുടെ ചെളി വാരി എറിയാൻ ഏത് മനസ്സിനാണ് തോന്നുക? എന്തായാലും ഇനി അടുത്ത വർഷമെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുത്. ഇക്കാലം വരെ ഒരു രാമനവമിയെയോ ഒരു കൃഷ്ണ ജയന്തിയെയോ അതിൻ്റെ ഘോഷയാത്രകളെയോ മറ്റോ തടയാൻ ഇന്നേ വരെ ഒരു മുസ്ലിമും വന്നിട്ടില്ല. കാരണം മുസ്ലിങ്ങൾ സമാധാനപ്രിയരാണ്. ഈ സമാധാനവും ശാന്തിയും പരസ്പര സ്നേഹവുമാണ് ഓരോ ഭാരതീയരും ഫോളോ ചെയ്യേണ്ടത്.